എന്റെ പൊന്നു ദൈവമേ, പടം തൂക്കി, സൂപ്പർ അടിപൊളി. നമ്മുടെ ലാലേട്ടന്റെ പിറന്നാൾ ദിവസത്തിൽ തന്നെ നമുക്ക് തന്ന ഗിഫ്റ്റ് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ദൃശ്യം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോലെ തന്നെ ദൃശ്യം 3യിലും ആ ഫസ്റ്റ് ഡ്രാമാറ്റിക് കഴിഞ്ഞ ഇന്റർവെല്ലിന് ശേഷം പടം ആകെ ജോജൂട്ടി തൂക്കിയിരിക്കുകയാണ്. പിന്നെ കമന്റ് ഇടുന്നവരോടും പടം കണ്ടവരോടും പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്: ദയവ് ചെയ്ത് സ്പോയിലേഴ്സ് കമന്റ് ഇടാതിരിക്കുക. നമ്മൾ കണ്ട് ആസ്വദിച്ച സീൻ പോലെ തന്നെ ഇനി ഒരുപാട് പേര് പടം കാണാനുണ്ട്. അപ്പൊ അവരൊക്കെ പോയി പടം കാണട്ടെ. ദൃശ്യം 3 കണ്ടപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ ദൃശ്യത്തിന്റെ ഒരു റീമേക്ക് ചെയ്തിരുന്നു. ആ സീനാണ് ഇതായത്. ഈയിടെയായിട്ട് ജോർജ് കുട്ടിക്ക് പൊങ്ങച്ച വർത്തമാനം കൂടുന്നുണ്ടേ. ഇത് പൊങ്ങച്ചോല, അനാഥനായി ജനിച്ച എന്റെ അഭിമാനമാണ്, ആത്മവിശ്വാസമാ. പൊങ്ങച്ചം പറയുന്ന നീയാ. 4ാം ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാക്കുന്നു. എന്നിട്ട് ഈ 4ാം ക്ലാസ്സുകാരൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവൻ നീ എടുത്ത് ഷോപ്പിംഗ് ചെയ്ത് തീർക്കുന്നു. ജോർജ് കുട്ടിയുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ആഴ്ച ഷോപ്പിങ്ങിന് പോവാണെന്ന്. ആകെ പാടെ വർഷത്തിൽ 1-2 തവണ പോയി കുറച്ച് തുണി വാങ്ങും. അതാണോ നിങ്ങൾ ഈ പറയുന്ന വലിയ ഷോപ്പിംഗ്? എങ്കിൽ ഞാൻ അതും വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് തുണി ഇല്ലാതെ ഇതുവഴി നടക്കാം. എന്താ ഇത്ര ഇളിക്കാൻ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്ത് ഇവിടെ തുണിയില്ലാതെ ഇങ്ങനെ വൃത്തികെട്ട മനുഷ്യൻ. നിങ്ങളോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. എല്ലാം മുറിയെ പഴുതാ പല്ല് മുറിയെ തിന്നാ. എനിക്കിപ്പോ പല്ല് മുറിയെ തിന്നണ്ട. അതാണ്